ഹായ് ഓൾ, വെൽക്കം ടു കുക്ക് അറ്റ് ഹോം. ഇന്ന് ഞാനിവിടെ ചെയ്തിരിക്കുന്നത് അടിപൊളിയായിട്ടുള്ളൊരു മസാല ദോശയും ചട്നിയാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷാണ് മസാല ദോശ. ഇനി നമുക്കത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനു വേണ്ട ഇൻഗ്രീഡിയൻസ്: ദോശമാവ് ഉണ്ടാക്കാനായിട്ട് ഉഴുന്നും പച്ചരിയും 5 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തി വയ്ക്കുക. അതിനുശേഷം കഴുകി വാരി ഒരു കുഴമ്പ് രൂപത്തിൽ അടിച്ചെടുക്കുക. അടിച്ച മാവ് കുറച്ച് സമയം തുറന്ന പാത്രത്തിൽ വെക്കുക. അതിനുശേഷം പുളിച്ച് പൊങ്ങാനായിട്ട് ഒരു 5 മണിക്കൂർ വെയിറ്റ് ചെയ്യുക. ഇങ്ങനെയാണ് ഞാനിവിടെ ദോശമാവ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു സവാള നീളത്തിലരിഞ്ഞത്, ചെറുതായിട്ട് അരിഞ്ഞ 2 ഉരുളക്കിഴങ്ങ്, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, പുതിനയില, പച്ചമുളക്, ആവശ്യത്തിന് ഉപ്പ്, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ചെറിയൊരു കഷ്ണം ഇഞ്ചി, വെളുത്തുള്ളി, 1/4 ടേബിൾ സ്പൂൺ ഗരം മസാല, 3 തണ്ട് കറിവേപ്പില. ഇനി നമുക്ക് മസാല ഉണ്ടാക്കാം. അതിനായിട്ട് ഒരു കുക്കർ എടുത്ത് അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ 2 ഉരുളക്കിഴങ്ങ് ഇടാം. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും വെള്ളവും ഒഴിച്ച് വേവിക്കാം. അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങ് മുഴുവനായിട്ടെടുത്ത് കഴുകി വൃത്തിയാക്കി വേവിച്ചെടുക്കാം. എന്നിട്ട് തൊലി കളഞ്ഞ് ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുക്കാം. ഈ 2 രീതിയിലും ഉരുളക്കിഴങ്ങ് വേവിക്കാവുന്നതാണ്. ഉരുളക്കിഴങ്ങ് നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് മസാല ഉണ്ടാക്കാം. അതിനായിട്ട് സ്റ്റൗ കത്തിച്ച് പാൻ വെച്ച് പാൻ നല്ലോണം ചൂടാക്കാം. പാൻ നല്ലോണം ചൂടായതിന് ശേഷം അതിലേക്ക് 50 ml വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ നല്ലോണം ചൂടായതിനു ശേഷം നമുക്ക് 1 കപ്പ് സവാള ഇട്ട് നല്ലോണം വഴറ്റി കൊടുക്കാം. സവാള പെട്ടെന്ന് നല്ലോണം വാടി കിട്ടാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നത് നല്ലതാണ്. സവാള എത്രത്തോളം വാടുന്നോ അതിനനുസരിച്ചാണ് നമുക്ക് മസാലയുടെ ടേസ്റ്റ് കിട്ടുന്നത്. സവാള ഇപ്പോൾ നല്ലോണം വാടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചിയും പച്ചമുളകും ഇട്ട് കൊടുക്കാം. ഇഞ്ചിയും പച്ചമുളകും സവാളയായിട്ട് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അത്യാവശ്യം സവാള നല്ലോണം വാടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 3 ഇതൾ വെളുത്തുള്ളി ആഡ് ചെയ്യാം. വെളുത്തുള്ളി നല്ലോണം വാടി വന്നതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇടാം. 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടേബിൾ സ്പൂൺ ഗരം മസാല ഇട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. മുളക് പൊടിയുടെയും മഞ്ഞൾപ്പൊടിയുടെയും ഗരം മസാലയുടെയും ഒരു പച്ച കൊത്തു പോണത് വരെ സവാള നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇപ്പോൾ മസാല ഏകദേശം ശരിയായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഉരുളക്കിഴങ്ങ് ഇട്ട് നല്ലോണം ഇളക്കിയെടുക്കാം. ഉരുളക്കിഴങ്ങ് മസാലയിൽ നല്ലോണം ഉടച്ച് മിക്സ് ചെയ്യുക. ഉരുളക്കിഴങ്ങ് മസാലയായിട്ട് നല്ലോണം ചേർന്നാലാണ് മസാല ദോശയുടെ ഒരു ടേസ്റ്റ് കിട്ടുന്നത്. ഇനി ദോശ ഉണ്ടാക്കാനായിട്ട് ദോശച്ചട്ടി അടുപ്പിൽ വെച്ച് നല്ലോണം ചൂടാക്കി എടുക്കാം. നല്ലോണം ചൂടായതിനു ശേഷം ദോശമാവ് വെച്ച് ഒരു തവി ഉപയോഗിച്ച് നല്ലോണം പരത്തി കൊടുക്കാം. ദോശ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ദോശയുടെ മുകളിൽ നേരത്തെ റെഡിയാക്കി വെച്ച മസാല ഇടാം. അതിനുശേഷം 2ആക്കി മടക്കാം. നമുക്ക് ദോശ നല്ലോണം വിട്ടു വരാനായിട്ട് സൈഡിൽ നെയ്യ് ഒഴിച്ച് കൊടുത്താൽ മതി. ദോശ പെട്ടെന്ന് വിട്ടുവരും.
മസാല ദോശ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ ഒപ്പം വച്ചിരിക്കുന്നത് ഒരു ഈസി ആയിട്ടുള്ളൊരു ചട്നിയാണ്. അത് വരുന്ന എപ്പിസോഡുകളിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഈസി ആയിട്ടുള്ളൊരു ഡിഷാണിത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.